ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സംരക്ഷണ സന്ദേശമുയർത്തി പ്രകൃതി സൗഹൃദ ആത്മീയ ഉദ്യാനം യാഥാർത്ഥ്യമായി. പ്രകൃതി സൗഹൃദ ആരാധനയ്ക്കും പഠനത്തിനും അനുകൂല സാഹചര്യമൊരുക്കുന്നതിലൂടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി തിരുവല്ല ഓതറ കേന്ദ്രമായുള്ള CSI മധ്യകേരള മഹാ ഇടവകയാണ് ഇക്കോ സ്പിരിച്വാലിറ്റി സെന്റർ എന്ന പേരിൽ പ്രകൃതി സൗഹൃദ ആത്മീയ ഉദ്യാനം സ്ഥാപിച്ചിരിക്കുന്നത്. പഴയകാവ് ജംഗ്ഷനടുത്ത് പുത്തൻപുരയിൽ PT മാത്യു വർഷങ്ങൾക്ക് മുൻപ് നൽകിയ 3.5 ഏക്കർ സ്ഥലത്താണ് ഇക്കോ സ്പിരിച്വാലിറ്റി സെന്റർ നിർമ്മിച്ചിട്ടുള്ളത്. CSI മധ്യകേരള മഹാ ഇടവക ന്യൂയോർക്ക് സീഫോർഡ് മലയാളം ചർച്ചിന്റെ സഹായത്തോടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള സെന്റർ തൃശൂർ കേന്ദ്രമായുള്ള കോസ്റ്റ് ഫോർഡാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പഴയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്താതെ ഘടന മാറ്റിയുള്ള രൂപകൽപ്പനയാണ് ഇവിടുത്തെ പ്രത്യേകത. കല്ല്, മണൽ, ചിരട്ട, കാറ്റാടിക്കഴ, മുള, തെങ്ങിൻതടി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രകൃതിയിലെ കാറ്റും വെളിച്ചവും സുലഭമായി ലഭിക്കുന്ന തരത്തിലാണ് ചുവരുകളുടെ നിർമ്മാണം. മുകൾ നിലയിലേക്കുള്ള ഗോവണികൾ പൂർണ്ണമായും മുളയും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ധ്യാനകേന്ദ്രത്തിന് മുന്നിലുള്ള സ്ഥലങ്ങളിൽ ചെടികളും വൃക്ഷങ്ങളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് പുറമെ കൃഷിയിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. CSI സഭ പരിസ്ഥിതി വിഷയത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആശയം കൊണ്ടുവന്ന സഭയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്ക് ഏതേനിൽ ദൈവം സൃഷ്ടിച്ച ഏതേൻ തോട്ടത്തിൻ്റെ അതിൻ്റെ ഒരു മടങ്ങിവരവിലേക്കുള്ള ഒരു ക്ഷണമാണിത്. ആളുകളെ ദൈവികമായി ഉണർത്തുവാനും ദൈവത്തിങ്കലേക്ക് ആകർഷിക്കപ്പെടുവാനും സാധിക്കുന്ന ഒരു കേന്ദ്രമായി തീരണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപത്തിൽ നിന്ന് വിട്ടുനിന്ന് ആത്മീയ പ്രചോദനം നേടി ആത്മീയ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാണുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ തീരണം. അപ്പോൾ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിലുണ്ടായിരിക്കണം, ഒന്നും നഷ്ടമായി തീരരുത്. പാറകളും കുന്നുകളും വയലുകളും മറ്റ് ചെടികളും ജീവജാലങ്ങളും എല്ലാം വസിക്കുന്ന ഏതേൻ തോട്ടത്തിൻ്റെ ദൈവം സൃഷ്ടിച്ച ആദിയിൽ സൃഷ്ടിച്ച ആ വലിയ ഒരു അനുഭവമാണ് ഇതുകൊണ്ട് സഭ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ അതുകൊണ്ട് മറ്റ് സഭകൾക്കും മറ്റ് ഇതര പ്രസ്ഥാനങ്ങൾക്കും ഇതൊരു വലിയ അനുഗ്രഹമായി തീരും. ഇത് മതവിഭാഗ ഭേദമന്യേ ആളുകൾക്ക് ഒരു വലിയ കേന്ദ്രമാക്കി തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു CSI കേന്ദ്രമായിട്ടല്ല ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അതിലുപരി ഇത് കേരളക്കരയ്ക്ക് ഭാരതത്തിന് ഒരു അനുഗ്രഹമായി തീരണം. ലോകരാജ്യങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമായി തീരുവാൻ ഇത് വളരുവാൻ സാധിക്കണം. അതാണ് CSI മധ്യകേരള മഹാ ഇടവക ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയും സർവ്വ സൃഷ്ടികളുടെയും ഉടമയായ ദൈവവും തമ്മിലുള്ള ബന്ധം, അപ്പോൾ ഈ ബന്ധങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സെൻറ്റർ ഈ മഹാ ഇടവകയിൽ ഉയരണമെന്നുള്ളത്, അങ്ങനെ ഒരു പ്രകൃതി സംരക്ഷണ പ്രകൃതി സൗഹാർദ്ദ കേന്ദ്രം ഈ മഹാ ഇടവകയിൽ ഉണ്ടാകണം എന്നുള്ളത് ഈ മഹാ ഇടവകയുടെ അധ്യക്ഷനും ഈ മഹാ ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹവുമായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ദിശാപ്തി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മഹാ ഇടവക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ മഹാ ഇടവകയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഓതറ ഇക്കോ സ്പിരിച്വാലിറ്റി സെൻറ്റർ എന്ന് നമുക്ക് പറയാം. സെന്ററിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ CSI മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് തോമസ് K. ഉമ്മൻ നിർവഹിച്ചു.
ആവശ്യപ്പെടുന്നു. അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിലും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്ത് പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ അടുക്കള മുറി പ്രതിഷ്ഠിക്കപ്പെടുന്നു. പരിസ്ഥിതി ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം മാനവ സമൂഹം നയിക്കണമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ബിഷപ്പ് ആഹ്വാനം ചെയ്തു. അവിടെ കേരളത്തെ സംബന്ധിച്ച്, ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചില നടപടികളിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ ആർക്കും യാത്ര ചെയ്യാൻ വയ്യാത്ത, ആർക്കും നടക്കാൻ വയ്യാത്ത, ആർക്കും പ്രാണവായു ലഭിക്കാത്ത ശ്മശാന ഭൂമിയായി എന്റെ കൊച്ചു കേരളം ദൈവത്തിന്റെ നാടായി തീരരുത് എന്നുള്ള എന്റെ അന്തരാളങ്ങളിൽ നിന്ന് നിർഗമിക്കുന്ന എന്റെ ഏങ്ങലടിയുടെ മാത്രം ഒരു പ്രതിസ്ഫുരണമാണ് ഈ ഓദ്രയിലെ സ്പിരിച്വാലിറ്റി സെന്റർ എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാനായിട്ടുള്ളത്, ഒരു പ്രതിവിപ്ലവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് സെന്ററുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു പ്രതിവിപ്ലവം നടക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രതിവിപ്ലവം നടക്കണം. നമ്മുടെ സഭകളിൽ ഒരു പ്രതിവിപ്ലവം നടക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പള്ളികളുടെ എണ്ണം നോക്കിക്കൊണ്ട് ഈ രാജ്യത്ത് സമാധാനമുണ്ടെന്ന് പറയുവാൻ കഴിയത്തില്ല. ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് ഈ ഭൂമി സമാധാന ഭൂമിയാണെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പള്ളികളാണോ വർദ്ധിക്കേണ്ടത്? ആരാധനയിടങ്ങളുള്ള ഹൃദയമാകുന്ന ആലയങ്ങൾ വളർത്തപ്പെടുന്ന, പണിയപ്പെടുന്ന മനുഷ്യനായി തീരണം. എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ പറയുമ്പോൾ അതിൽ പന്തുകേടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, എന്താണ് വളരുന്നത്, എന്താണ് ഉയരുന്നത്, എന്താണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വ്യക്തതയും തിരിച്ചറിവും തെളിമയും ഉണ്ടായെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ആരോ പറയുന്നത് കേട്ടു, നാളെ കഴിഞ്ഞ് ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. ഇന്നലെ തുള്ളിവിടാതുള്ള പെയ്ത്ത് കണ്ടപ്പോൾ, ഇന്നലെ പല പ്രദേശത്തും കൊടുങ്കാറ്റടിച്ചപ്പോൾ, ഇന്നലെ പലപ്പോഴും മൃഗങ്ങൾ ആടിയിളകിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, 2001 സുനാമിയാണോ ഇനിയും കേരളത്തിൽ അടിക്കാൻ പോകുന്നതെന്ന്. ഞാനും അതിന്റെ ഇരയായി തീർന്നാൽ എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്, ബാധ്യതയാണ് എന്ന് മറന്നു പോകണം. ആരെയും നിഷേധിക്കരുത്. സുനാമി നാളെ അടിച്ചാൽ ഇന്ന് കാണുന്നതായ സൗധങ്ങളും ഇന്ന് കാണുന്ന ജീവിതങ്ങളും ഒക്കെയും എവിടെ പോയി നിവദിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പാരിസ്ഥിതിക ബോധമുണ്ടാകേണ്ടത്, പാരിസ്ഥിതിക ദർശനമുണ്ടാകേണ്ടത്. പാരിസ്ഥിതികത്തിന്റെ പടവാളെടുത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ, സമൂഹ ഭേദമന്യേ, ഭാഷാഭേദമന്യേ ഈ രാജ്യത്ത് പോരാടേണ്ടത് എന്ന് പറയുവാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഏറ്റവും ജൈവമായ എക്കോ എന്ന് മാത്രമല്ല, ഞാനൊരു ഓർഗാനിക് സ്പിരിച്വാലിറ്റി എന്നതിനെ കുറിച്ചാണ്. അതൊരു പുതിയ ലോജിക്ക്. ഇതുവരെ നമ്മൾ ശീലിച്ച യുക്തിയല്ല. ആ യുക്തിയെ നിഷേധമാണ്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പ്രതിവിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച യുക്തിയുടെ പലതിന്റെയും നിഷേധം അവിടെ വേണ്ടി വരും. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയിൽ പറയുന്നുണ്ട് ഒരു കണക്ക്, അല്ലെ എല്ലാവർക്കും അറിയാം, ഒന്നും ഇമ്മണി വലിയൊന്നാണ്, ഒന്നും ഇമ്മണി വലിയൊന്നാണ്. തീർച്ചയായും എപ്പോഴും ഒന്നും രണ്ടല്ല എന്നാണ് ബഷീർ പറയാൻ ശ്രമിച്ചത്. ഒന്നും ചിലപ്പോൾ ഇമ്മണി വലിയൊന്നാവും എന്നൊരു തോന്നലുണ്ട്. അത്തരം തോന്നലുകൾ തീർച്ചയായും അത് വേറൊരു യുക്തിയാണ്. ഒരു യുക്തിയിൽ നിന്ന് മറ്റൊരു യുക്തിയിലേക്ക് വരും. ഇവിടെ തീർച്ചയായും നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ അടിത്തറയിട്ടു എന്ന് നമുക്ക് ഉറപ്പുള്ള CSI സഭയ്ക്ക്, അതിന്റെ മിഷണറിമാർക്ക് കേരളത്തിന്റെ 2ാം നവോത്ഥാനത്തിന് കൂടി അടിത്തറയിടണം എന്ന അതിന്റെ തുടക്കമാവട്ടെ ഈ സെന്റർ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് MP ആന്റോ ആന്റണി, MLA ഡോക്ടർ TM തോമസ് ഐസക്, ഡോക്ടർ മാത്യു കോശി പുന്നക്കാട്, അഡ്വക്കേറ്റ് സ്റ്റീഫൻ J ഡാനിയൽ, ജോൺ മാത്യു,
റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സാന്നിധ്യമറിയിച്ചു. ഡോക്ടർ PM തോമസിനെ ചടങ്ങിൽ ആദരിച്ചു.